ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ഞാനിത് കഴിഞ്ഞ മഴക്കാലത്ത് എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഇതിൽ ഞങ്ങളുടെ തറവാട്, വീട്, പരിസരം, കുളം അങ്ങനെയൊക്കെയാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു കഥ കേട്ടാലോ. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണല്ലോ, നമ്മളോട് വേറൊരാൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യും. പക്ഷേ നമ്മളൊട്ടും ചിന്തിക്കുന്നില്ല അവരെന്തിലൂടെയാണ് കടന്നു പോകുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ റെസ്പോണ്ട് ചെയ്തതെന്ന്. അപ്പോൾ കഥ എന്താണെന്നല്ലേ, ഞാൻ തരാവി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയതായിരുന്നു കേട്ടോ. അങ്ങനെ ഇഷാ നമസ്കരിച്ചിരിക്കുമ്പം എൻ്റെ അടുത്തുള്ള ആളെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആളെനിക്ക് ഭയങ്കര പരിചയം. അങ്ങനെ സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആളെ പേര് വരെ മെമ്മറിയിൽ വന്നു കേട്ടോ. 20 വർഷം മുന്നേ എൻ്റെ ഹോസ്റ്റലിൽ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന സീനിയറായിരുന്നു അത്. അപ്പോൾ എനിക്ക് ആളെ ഓർമ്മ വന്ന സ്ഥിതിക്ക് പരിചയം ഒന്ന് പുതുക്കണമല്ലോ. ആദ്യം എൻ്റെ മൈൻഡ് പറഞ്ഞത് വേണ്ട, നിസ്കരിക്കാൻ നോക്ക് എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് തോന്നി നമുക്ക് ഇത്രയും എനിക്ക് അറിയുന്ന ഒരാളായിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കണത് ശരിയല്ലല്ലോ. എന്തായാലും ഞാൻ സലാം പറഞ്ഞ് നിങ്ങളെ പേര് ഇതല്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ പരിചയപ്പെട്ടു കേട്ടോ. പക്ഷെ ആളെ ഭാഗത്തുനിന്ന് വേറെ തന്നെ ഒരു റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. ജസ്റ്റ് എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു, വീട് എവിടെയാണെന്ന് ചോദിച്ചു. ആൾക്ക് ചിരിക്കാനോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഉണ്ടാവില്ലേ, ഓക്കെ, നമ്മൾ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുമ്പോഴുള്ള ഒരു 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 പ്ലസൻനെസ്സോ ഒന്നുമില്ല കേട്ടോ. ആൾ ഭയങ്കര സീരിയസ് ആണ്. അപ്പോഴേക്കും ഞാൻ ജഡ്ജ്മെൻറ്റിലായിട്ടോ. ഞാനിങ്ങനെ മൈൻഡിൽ വിചാരിക്കുകയാണ്, ഓ എമ്മാതിരി ജാട, പരിചയപ്പെടേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയേ. അപ്പം ഞാൻ മനസ്സിലാലോചിച്ചേ, ഇനി മതി, ഇനി ഫേർദറായിട്ട് ഞാനൊന്നും സംസാരിക്കണില്ല, ഇനി നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ നേരെ തിരിച്ചു പോകാമെന്നുള്ളത്. അപ്പോൾ തറാവി നിസ്കാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും 2 റക്കാത്ത് കഴിഞ്ഞ് സലാം വീട്ടിയ സമയത്ത് ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എവിടെ സ്ഥലം എവിടെയാണ്, പിന്നെ മക്കൾ എവിടെയാണ്, മക്കൾ എത്ര ആളാണ്, ഹസ്ബൻഡ് എന്താ ചെയ്യണത്, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാനും തിരിച്ചിങ്ങനെ എന്താണ് നിങ്ങൾ എത്ര മക്കളാണ് എന്നൊക്കെ ചോദിച്ച സമയത്ത് ഹസ്ബൻഡിൻ്റെ കാര്യം ചോദിച്ചപ്പോഴാണ് ആൾ പറഞ്ഞത് ഹസ്ബൻഡ് മരിച്ചിട്ട് ഏകദേശം 8 വർഷമായി എന്നുള്ളത്. അത് കേട്ടപ്പോൾ പിന്നെ എനിക്കതൊരു ഷോക്കായി പോയിട്ടോ. അന്നേരം വീണ്ടും മെൻ്റലി ഞാൻ ഭയങ്കര റിഗ്രറ്റ് അടിക്കുകയാണ് നേരത്തെ ആലോചിച്ചതിനെ പറ്റി. നേരത്തെ ഞാൻ വിചാരിച്ച ആൾക്ക് ഭയങ്കര ജാടാണ്, അതുകൊണ്ടാണ് സംസാരിക്കാത്തതെന്നൊക്കെ. പക്ഷേ പിന്നാണ് ഞാനിങ്ങനെ റിലേറ്റ് ചെയ്യുന്നത്, ഓ ഹസ്ബൻഡ് മരിച്ചെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ട്രോമാറ്റിക് ആണല്ലോ, എന്തായാലും ആ ഒരു ലോസ് നമുക്ക് വല്ലാത്തൊരു ലോസ് ആയിരിക്കുമല്ലോ. അങ്ങനത്തെ ഇൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഇയേഴ്സ് കഴിഞ്ഞാലും നമുക്ക് ടോട്ടലി റിക്കവർ ചെയ്ത് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പം ഞാൻ നേരത്തെ ജഡ്ജ്മെൻറ്റിലായല്ലോ, ഭയങ്കര ജാടാണല്ലോ വിചാരിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് എൻ്റെ മൈൻഡിൽ എനിക്ക് ഭയങ്കര റിഗ്രറ്റാണ്. അപ്പോൾ നമ്മൾ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ വിത്ര് നിസ്കരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ ഒരു കരഞ്ഞും കൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. എനിക്കെന്തോ ഭയങ്കര ഒരു വിഷമം അത് കേട്ടപ്പോൾ. അങ്ങനെ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അവരുടെ അടുത്ത് പോയി ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പോവാണ്, അസ്സലാമു അലൈക്കും, അപ്പം ഇനി നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി. അപ്പം നമ്മൾ ഇത്രയും സമയം നമ്മുടെ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ വോയിസിൽ അങ്ങനെ സംസാരിക്കുകയാണെന്ന് എവിഡൻ്റ് ആവാത്ത രീതിയിലൊക്കെയാണ് നമ്മൾ ഭയങ്കര മെല്ലെ സംസാരിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഇത്രയും സമയം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പള്ളിയുടെ പുറത്തിറങ്ങി വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആളും പള്ളീൻ്റെ പുറത്തിറങ്ങി കേട്ടോ. അപ്പം ഞാൻ നേരത്തെ കണ്ട ആളേ അല്ല. സോ അപ്പോൾ ഇത്രയും സമയമായിട്ട് അവരുടെ ഹസ്ബൻഡ് മരിച്ചല്ലോ, അത് എത്ര പെയിൻഫുള്ളാണെന്നുള്ള ഒരു കാര്യം ആലോചിച്ചിട്ട് ഞാനും കുറച്ചൊരു പെയിനിലാണ് ഉള്ളത്. പക്ഷേ പള്ളീൻ്റെ പുറത്തുനിന്ന് കണ്ടപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് നേരത്തെ കണ്ട പോലെയല്ല സംസാരിച്ചത്. ഭയങ്കര എനർജറ്റിക് ആയിട്ടും പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞു, പള്ളീൻ്റെ ഉള്ളിൽ നിന്നേ സംസാരിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നൊന്നും അങ്ങനെ സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ളൊരു പരിചയപ്പെടുമ്പം നമ്മൾ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ അല്ലേ സംസാരിക്കുക, അതേ രീതിയിൽ അവർ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. അങ്ങനെ നമ്മൾ ഈ യാത്രയൊക്കെ പറഞ്ഞ് കാറിൽ കയറിയപ്പം എൻ്റെ മൈൻഡിന് എന്തോ ഒരു റിലീഫ് കിട്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മളെ മൈൻഡ് ഒരാൾ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് ഏതെല്ലാം രീതിയിലാണ് അവരെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതെന്നുള്ളത്. ആദ്യം എനിക്ക് അവരോടൊരു എന്താ പറയുക, ഒരു ദേഷ്യം പോലെയാണ് തോന്നിയത്, എന്തോ ഒരു ജാടാന്നുള്ള രീതിയിൽ. രണ്ടാമത് എനിക്ക് ഭയങ്കര
എമ്പത്തി, അതായത് ഹസ്ബൻഡ് മരിച്ച ഒരാൾ ലൈക്ക് അവരെങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ എന്നുള്ള കാര്യം അതെൻ്റെ മൈൻഡിനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് അത് എനിക്ക് ഭയങ്കര ഒരു ഹെവിനെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് അവർ എന്നെ കണ്ട് ഒരു നോർമലായിട്ട് നല്ല രീതിയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരാളെ പരിചയപ്പെടുമ്പോഴുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു ഹാപ്പിനെസ്. അപ്പോൾ അത് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ ഹെവിനെസ് പോലും എൻ്റെ ഹാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ നിന്ന് പോയത്. അപ്പോൾ ഇതാണ് പറഞ്ഞത്, മനുഷ്യന്മാരെ നമുക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അവരെ മൈൻഡിലൂടെ എന്താണ് പോകണമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം എന്തെങ്കിലും വേറെ പല കാര്യങ്ങളും, വേറെ പല ട്രോമകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവരെ ആ ഒരു വ്യക്തിയാക്കി തീർക്കുന്നത്. അപ്പം നമ്മളടുത്ത് പല ആളുകളും പല രീതിയിലും പെരുമാറും. അതിനനുസരിച്ച് നമ്മൾ ജഡ്ജ്മെൻ്റലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു ഇന്നർ പീസ് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആര് എങ്ങനെ പെരുമാറിയാലും അത് അവരുടെ പ്രോബ്ലമാണ്. അതിനവർക്ക് പല കാരണങ്ങളുണ്ടാവാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം റിയാക്ട് ചെയ്യുന്നതിന് പകരം റെസ്പോണ്ട് ചെയ്യുക. ഇങ്ങോട്ട് മോശമായി പെരുമാറുമ്പോൾ അങ്ങോട്ട് മോശമായി പെരുമാറുന്നതാണ് റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങോട്ട് എങ്ങനെ പെരുമാറിയാലും നമ്മൾ വളരെ പക്വതയോടെ തിരിച്ച് പെരുമാറുന്നതിനാണ് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുക. അപ്പോൾ ഓൾവേസ് റെസ്പോണ്ട് റാദർ ദാൻ റിയാക്ട്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് വരാം. ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.